ഞാൻ ഇന്നിവിടെ വ്യാഖ്യാനം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസിദ്ധമായ കൃതി അനുകമ്പ ദശകമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ നിത്യപാരായണത്തിന് പ്രസിദ്ധമായ ലഘുകൃതികളിൽ ഒന്നാണ് അനുകമ്പ ദശകം. അനുകമ്പ എന്ന ഗുണത്തിൻ്റെ മേന്മയാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. വിയോഗിനി എന്ന അർത്ഥ സമവൃത്തത്തിലുള്ള 10 പദ്യങ്ങളും ഫലശ്രുതി രൂപത്തിലുള്ള ഒരു പദ്യവും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമെയ് വിട്ടകലാതെ ചിന്തയും. ലോകത്തിൽ ഏറ്റവും നിസ്സാരമെന്നും ചെറുതെന്നും നാം കരുതുന്ന ഒരു ജീവിയാണ് ഉറുമ്പ്. ആ ഉറുമ്പിന് പോലും യാതൊരു വിധത്തിലുള്ള ഹിംസയും വരുത്തരുത്. മറ്റൊരാൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുക ഇല്ല എന്ന തോന്നലിൽ നിന്നാണ് അനുകമ്പയുടെ ആദ്യ പടി ആരംഭിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒന്നാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കിയാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. ധാരാളം രത്നങ്ങളും മറ്റും വിളയുന്ന നിലമാണ് ആഗരം. ഇവിടെ കരുണയെ വിലപിടിപ്പുള്ള രത്നങ്ങളും മറ്റും വിളയുന്ന സ്ഥലമായി കരുതപ്പെടുന്നു. ഈശ്വരനെ കരുണാകര എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ഇവിടെ അനുകമ്പ കാണിക്കുന്ന ഒരു വ്യക്തി എല്ലാ ഈശ്വര സ്മൃതിയേക്കാളും മഹത്തരമായ കഴിവുകളുള്ളവനാണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ നാം ലോകത്തിലുള്ള ഒരു ജീവിയെയും ഹിംസിക്കാതെ നമുക്ക് ആവും വിധം പരോപകാരം ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആദ്യ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അൻപ് നമുക്ക് സന്തോഷം തരുന്നു. എന്നാൽ അൻപില്ലാതായാൽ നമുക്ക് ദുഃഖമുണ്ടാകുന്നു. ദുഃഖമുണ്ടാകുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്. പല ആളുകളും അനുകമ്പയില്ലാതെ പ്രവർത്തിക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ടാണ്. അൻപ് തേജോ രൂപമാണെങ്കിൽ ദ്വേഷ് തമോ രൂപമാണ്. ഈ അൻപിനെ ഈ തമോ രൂപം നമ്മുടെ ഉള്ളിൽ നിന്നും ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് നാം സ്വാർത്ഥത വെടിഞ്ഞ് അൻപുള്ളവരായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അരുൾ, അൻപ്, അനുകമ്പ ഈ മൂന്നിൻ്റെയും അടിസ്ഥാന തത്വം ഒന്ന് തന്നെയാണ്. ഇവ നമ്മെ സംസാര സാഗരത്തിൻ്റെ മറുകരയിൽ എത്തിക്കുന്നതാണ്. അതിനാൽ അരുളുള്ളവനാണു ജീവി എന്ന ഈ നവാക്ഷരം, ഈ 9 അക്ഷരമുള്ള മന്ത്രം നാം ജീവിതത്തിൽ സദാ ജപിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ അരുളുള്ളവനാണു ജീവി എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അരുളുള്ളവനായി തീരും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി അരുളില്ലാത്ത ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അരുളില്ലെങ്കിൽ അത് അസ്ഥി, തോൽ, സിര എന്നിവ കൊണ്ട് നിർമ്മിച്ച ഒരു നാറുന്ന ശരീരം മാത്രമാണ്. അനുകമ്പ ഇല്ലാത്ത ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി കരുതുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അനുകമ്പയില്ലാത്ത ഒരു മനുഷ്യൻ മരുഭൂമിയിൽ ഒഴുകുന്ന ജലം പോലെയും യാതൊരു ഗന്ധവുമില്ലാത്ത ഒരു പുഷ്പം പോലെയുമാണെന്നാണ്, കായ്ഫലമില്ലാത്ത പുഷ്പം പോലെയുമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനാൽ നാം എപ്പോഴും അനുകമ്പയോടുകൂടി പെരുമാറുക. അനുകമ്പ ഇല്ലാത്തൊരു വ്യക്തി വെറും കല്ലിനും മണ്ണിനും സമമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം 6 തരം അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭവിക്കുക, ജനിക്കുക, പരിണമിക്കുക, വൃത്തി പ്രാപിക്കുക, ക്ഷയിക്കുക, അവസാനം നാശം വരിക. എന്നാൽ അനുകമ്പാശാലി ഒരിക്കലും ഈ 6 തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നില്ല. അഥവാ ഈ അവസ്ഥകൾ അനുകമ്പാശാലിയെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. നമ്മുടെ ശരീരം
നിത്യമല്ല, അത് നശിച്ചു പോകും. എന്നാൽ അറിവാകുന്ന നമ്മുടെ ആത്മാവ് എന്നെന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനാൽ ഈശ്വര സ്മരണയോടുകൂടി, മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടി യഥാർത്ഥ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ശരീരം നശിച്ചു പോയാലും അയാൾ പ്രകടിപ്പിച്ച അനുകമ്പ ഈ ലോകത്ത് എക്കാലവും വ്യാപിച്ചു തന്നെ ഇരിക്കും. ഇനിയും പരമാർത്ഥം ഉരച്ച് ഭഗവത്ഗീത ഉപദേശം നൽകി തേര് മുന്നോട്ട് തെളിക്കുവാൻ ശങ്കിച്ചു നിന്ന, ബന്ധുമിത്രാദികളെ കണ്ട് ഭയപ്പെട്ടു നിന്ന സാക്ഷാൽ അർജുനന് ധൈര്യം പകർന്നു കൊടുത്തു മുന്നോട്ട് നയിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയല്ലേ ഈ അനുകമ്പാശാലി? അതുമല്ലെങ്കിൽ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതീകമായ സാക്ഷാൽ ശ്രീബുദ്ധ ഭഗവാൻ തന്നെയാണോ ഈ അനുകമ്പാശാലി? അതുമല്ലെങ്കിൽ നമുക്ക് അദ്വൈതം വളരെ ലളിതമായ രീതിയിൽ ഉപദേശിച്ചു തന്ന ശങ്കരാചാര്യർ തന്നെയല്ലേ ഈ അനുകമ്പാശാലി എന്നാണ് ഇവിടെ ശങ്കിച്ചിരിക്കുന്നത്. ആരോട് ഉപമിച്ചാലും അനുകമ്പാശാലിയുടെ മഹത്വം ഒരു പടി മുന്നിലാണെന്ന് സാരം. അനുകമ്പാശാലി മനുഷ്യരൂപം പൂണ്ട് ഇവിടെ അവതരിച്ചതാണോ, അതോ ധർമ്മം മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ചതാണോ, പുരുഷാകൃതി പൂണ്ട ദൈവമോ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് സാക്ഷാൽ നാരായണനെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുമല്ലെങ്കിൽ സഹനത്തിൻ്റെയും ക്ഷമയുടെയും ലോകത്തിന് മുൻപിൽ കാണിച്ചു തന്ന സാക്ഷാൽ ക്രിസ്തു ഭഗവാൻ തന്നെയല്ലേ ഈ അനുകമ്പാശാലി? ഇനിയും അതുമല്ലെങ്കിൽ സാക്ഷാൽ കാരുണ്യമൂർത്തിയായ നബി തിരുമേനി തന്നെയല്ലേ ഈ അനുകമ്പാശാലി എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ജ്വരം മാറ്റി, പനി മാറ്റി, സ്വന്തം ഐശ്വര്യ സിദ്ധികൾ കൊണ്ട് വളരെ ദുഷ്കരമായ കാര്യങ്ങൾ ചെയ്ത ആളാണോ ഈ അനുകമ്പാശാലി? ഇനി അതുമല്ലെങ്കിൽ ശിവസ്തോത്രം ചൊല്ലി വയറുവേദന ശമിപ്പിച്ച സിദ്ധൻ തന്നെയാണോ ഇത്? ഇവിടെ തിരുജ്ഞാന സംബന്ധരെയും സിദ്ധൻ എന്നത് അപ്പർ എന്ന സിദ്ധനെയുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് കടന്നാൽ നമുക്ക് വേദത്തിന് അർത്ഥമോദി മറ്റുള്ളവർക്ക് മുന്നിൽ നമുക്ക് തന്ന പരമശിവൻ ഓതിയ വേദം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആ മാമുനീന്ദ്രൻ തന്നെയല്ലേ ഈ അനുകമ്പാശാലി എന്ന് ശങ്കിച്ചിരിക്കുന്നു. അതുമല്ലെങ്കിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയ സാക്ഷാൽ പരമശിവ ഭക്തൻ തന്നെയല്ലേ ഈ അനുകമ്പാശാലി എന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അവസാന ശ്ലോകത്തിലേക്ക് നമ്മൾ കടന്നാൽ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ഈ അനുകമ്പാശാലി ഭൂമിയിൽ അവതരിച്ച ഇത് കാമധേനു ആണോ? മനുഷ്യരൂപം പൂണ്ട് അവതരിച്ച ഒരു കാമധേനു തന്നെയാണോ? അതുമല്ലെങ്കിൽ അസൂയ, മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം ദാനധർമ്മം നിർവഹിക്കുന്ന കൽപ്പവൃക്ഷം തന്നെയാണ് ഇവിടെ അനുകമ്പാശാലി? എപ്പോഴും ഏതവസ്ഥയിലും മറ്റുള്ളവർക്ക് എന്തുപകാരം ചെയ്യുവാനും സദാ സന്നദ്ധനായിരിക്കും. അതുകൊണ്ടാണ് അനുകമ്പാശാലിയെ കൽപ്പവൃക്ഷമായും കാമധേനുവായും സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ശിബി ചക്രവർത്തിയെയും പൃഥുവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഫലശ്രുതി ശ്ലോകത്തിലേക്ക് നമ്മൾ കടന്നാൽ അരുമാമറ ഓതുമർത്ഥവും വേദങ്ങൾ പറയുന്നതും അതുപോലെ ഗുരു ഓതുന്നതും മാമുനീന്ദ്രന്മാർ ഓതുന്നതും എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ പൊരുളെല്ലാം ഒന്ന് തന്നെയാണ്. ആയതിനാൽ ഒരനുകമ്പാശാലി ഈ സത്യം മനസ്സിലാക്കി ജീവിക്കുന്നവനാണ്. അത് ജാതി, മത, ദേശ, കാല പരിധികളെ കടന്ന് ആ അനുകമ്പ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കും. ഇത് മാതൃകയാക്കി നാം ഓരോരുത്തരും ലോകത്തിൽ ജീവിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.